നമസ്കാരം. ഇന്ന് നിള 24 ലൈവിൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് മങ്കടയിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കുന്നത്ത് മുഹമ്മദാണ്. എന്തുകൊണ്ടാണ് മങ്കടയിൽ ഒരു സ്ഥാനാർത്ഥിയായി വന്നത്? ഞാൻ ഇന്ന് പത്രിക സമർപ്പിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ഇറങ്ങിയിട്ട് ഇതേപോലെ വാർത്താമാധ്യമങ്ങളുണ്ടായിരുന്നു. അവരോട് പറഞ്ഞതിട്ടുള്ളത് ആർക്കും എന്നെ പിന്തുണക്കാം, ആരെ പിന്തുണയും ഞാൻ സ്വീകരിക്കും, ഏത് ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരുടെയും അവരുടെ പിന്തുണ സ്വീകരിക്കാം എന്നുള്ളൊരു നിലയിലാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിനുണ്ടായിരുന്ന കാരണങ്ങൾ നാളെ ഇവിടെ മലപ്പുറത്ത് വെച്ചിട്ട് പത്രക്കാർ കാണുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും മാറി ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരാനുള്ള ഒരു കാരണം അതാണ് നാളെ വിശദീകരിക്കുക എന്ന് പറഞ്ഞത്. ഞാൻ ജീവിതകാലം ഓർമ്മ വെച്ച മുതലേ മുസ്ലിം ലീഗിൻ്റെയും MSFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ പ്രവർത്തകരാണ്. കുടുംബ പാരമ്പര്യം നോക്കുമ്പോൾ പൂക്കയത്തങ്ങൾ മുസ്ലിം ലീഗായ ആ കാലഘട്ടത്തിൽ നമ്മളെ അതുപോലെ തന്നെ പിതാമഹന് അതേ വേദിയിൽ വെച്ച് മുസ്ലിം ലീഗായ ആളാണ്. ആ പാരമ്പര്യത്തിൽ നിന്ന് വന്ന് അതിൻ്റെ ഇപ്പോഴത്തെ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സാഹചര്യത്തിൽ ചില സന്ദർഭങ്ങൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൻ്റെ സാഹചര്യമാണ് നാളെ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കി ഇപ്പോൾ കൂടുതൽ പറയാൻ കഴിയില്ല, എല്ലാവർക്കും പറയുന്ന പോലെ പറയാം. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഇനി തിരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് എത്താനുള്ളൂ. അപ്പോൾ ഈ ഒരു ശക്തമായൊരു മത്സരമായിരിക്കും മങ്കടയിൽ നടക്കാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതിന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാർട്ടിന് നേതൃത്വം നൽകുക എന്നുള്ള ആൾക്കാർക്ക് പോയിരുന്നത്. സാഹചര്യങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചപ്പോൾ ഇനി ഇപ്പോഴാണ് ഞാൻ ഒരുങ്ങിയത്. നോമിനേഷൻ കൊടുക്കണമെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പേപ്പേഴ്സ് വർക്കൊക്കെ നീങ്ങേണ്ടതുണ്ടായിരുന്നു. അതിനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ തയ്യാറാവാത്തതുകൊണ്ടാണ് ഇത്ര സമയം വൈകിയത്. അതുകൊണ്ട് കിട്ടിയ സമയത്ത് നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താം. എന്താണ് ഇപ്പോൾ ഒരു മങ്കടയിലെ വോട്ടർമാരോട് അല്ലെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത്? നാളെ വിശദമായി പറയാം. ഇപ്പോൾ ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാവരുടെയും പിന്തുണ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ പിന്തുണ തരുന്നു എന്ന് നോക്കണം. സ്വന്തമായി ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാനുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് വോട്ടൊക്കെ സുഹൃത്തുക്കളുടെയും ആളുകളുടെയൊക്കെ വാങ്ങാൻ കഴിയുമെന്നുള്ളതിൻ്റെ അപ്പുറം മറന്നു കഴിയണില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് കൂടുകയാണെങ്കിൽ നമുക്കതിനെ പോരാട്ടം നടത്താം എന്നുള്ളതാണ്. ഒരു വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് ആരൊക്കെ പിന്തുണ തരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് വിജയപ്രതീക്ഷ. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.